സമൂഹത്തിൽ നിന്ന് എത്രയോ ചീഫ് സെക്രട്ടറിമാര്, DGPമാര്, ഹൈക്കോടതി ജഡ്ജിമാര്, ഉന്നതരായ വക്കീലന്മാര് ഒക്കെയുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. വലിയ ബിസിനസ്സുകാരുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷെ നമ്മുടെ മക്കളൊക്കെ ആ മേഖലയിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ റിട്ടയർ ചെയ്ത IASകാരോടൊക്കെ ചോദിക്കാറുണ്ട്, അവരുടെ പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നത്? അവർ പറയുന്നത് അവരെല്ലാം വിദേശത്ത് പോയെന്നാണ്. നമുക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എനിക്ക് തിരുവനന്തപുരത്തെ കമ്മ്യൂണിറ്റി ഏറ്റവും അടുത്തറിയാം. ഒറ്റ ഒരാൾ പോലും സിവിൽ സർവീസ് പരീക്ഷ പാസ്സായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. KAS 2-3 പേര് അത് ഇവിടെ വന്ന് പരിശീലനമൊക്കെ നേടിയവര് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കയറി. ബാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റവും വിദ്യാഭ്യാസ നിലവാരമുള്ള, ഏറ്റവും കൂടുതൽ അക്കാദമിക സൗകര്യങ്ങളുള്ള, ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് കോച്ചിങ് സെന്റേഴ്സ് ഉള്ള ഈ തിരുവനന്തപുരത്തു നിന്ന് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഒരാൾ പോലും വരാത്തത്? അത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ കുട്ടികളൊക്കെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പ്രതീക്ഷകളോടുകൂടി അങ്ങ് പോവുകയാണ്. നമ്മുടെയൊക്കെ കുറെ പിള്ളേരൊക്കെ വിദേശത്ത് പൊക്കോട്ടെ, കാരണം അല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ നേരെ ചൊവ്വേ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊക്കെ തരുന്ന കാശ് കൊണ്ടൊക്കെയാണ് നമ്മുടെ പല കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. ശരിയാ. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾ, മത്സര പരീക്ഷകൾ എഴുതിയാൽ കിട്ടുമെന്ന് നല്ല ഉറപ്പുള്ള പിള്ളേര്, അവരൊക്കെയുണ്ട് നമ്മുടെ മക്കളായിട്ട്. പക്ഷെ അവർ എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വരാത്തത്? നമ്മുടെ കുട്ടികൾക്കറിയാവുന്ന 2 എൻട്രൻസേ ഉള്ളൂ. ഒന്ന് നീറ്റും മറ്റേത് കീമും. തീർന്നു. ഇതിനു വേണ്ടിയിട്ട് എന്തേലും ആരോഗ്യമാണ് നമ്മുടെ പിള്ളേര് ചെലവഴിക്കുന്നത്. ഞാൻ ഇടവകളിലൊക്കെ ചെന്ന് പിള്ളേരോട് ചോദിക്കും, മക്കളെ CUET എന്നും പറഞ്ഞുകൊണ്ട് ഒരു എൻട്രൻസിന്റെ കാര്യം ഞാൻ പത്രത്തിൽ വായിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് ആണ്. അതാരെങ്കിലും എഴുതുന്നുണ്ടോ? പിള്ളേര് കേട്ടിട്ട് പോലുമില്ല അതിനെക്കുറിച്ച്. നമ്മുടെയൊക്കെ ചോയ്സുകൾ എത്രമാത്രം പരിമിതപ്പെട്ടു പോവുകയാണ്. നമ്മുടെ ഈ സമൂഹത്തിന് ഉന്നതമായ രീതിയിൽ സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന നമ്മുടെ പല മക്കളും വിദേശത്തൊക്കെ പോയി പേരില്ലാത്ത ആരോ ഒക്കെ ആയിട്ട് ഏതോ കുഗ്രാമത്തിൽ പോയി അവർ ജീവിക്കുന്നുണ്ട്, കുറെ പണം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാന്ന് അവർക്കും അറിയത്തില്ല, അവരുടെ കൂടുതലുള്ളവർക്കും അറിയത്തില്ല. അതാണ് നമ്മുടെ ഒരു അവസ്ഥ.